അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ നല്ല കിടിലനായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞൊരു 2-3 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. നമുക്കിവിടെ കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ലൈൻ കമ്പിയൊക്കെ പൊട്ടി തോട്ടിലൊക്കെ ചാടി 2 ദിവസം ഫുള്ളായിട്ട് കറണ്ടെന്ന് പറഞ്ഞ സാധനമേ ഇല്ലായിരുന്നു. അപ്പോൾ ടി വി കാണാൻ പറ്റില്ലായിരുന്നു, വൈഫൈ ഇല്ലായിരുന്നു, ഫോണിനൊക്കെ ചാർജ് ചെയ്യാൻ പറ്റിയില്ല. ഇൻവേർട്ടറൊക്കെ ഡ്രെയിൻ ഔട്ടായി പോയായിരുന്നു ആദ്യത്തെ ദിവസം തന്നെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മെയിൻ വഴികളിലെല്ലാം കറണ്ടുകാരെല്ലാം വന്ന് ശരിയാക്കിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇടയ്ക്കുള്ള റൂട്ട്സിലേക്ക് കറണ്ടും കാര്യങ്ങളൊക്കെ ശരിയാക്കിയത്. അപ്പം അങ്ങനെ ഭയങ്കര സീനായിട്ടുള്ള മഴയായിരുന്നു. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം, അതായത് ഇന്നിപ്പോൾ സൺഡേ ആണ് ഇവിടെ മഴയൊക്കെ മാറി ചെറുതായിട്ടൊരു വെയിലൊക്കെ വന്നു. നമ്മൾ ഓൾറെഡി അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് തുണികളൊക്കെ, കുറച്ച് തോർന്ന സാധനങ്ങളും ഒക്കെ നമ്മളെടുത്ത് വെയിൽ കൊള്ളാൻ വേണ്ടിയൊക്കെ ഇട്ട് അതൊക്കെ നല്ല ചൂടായൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയണത് നമ്മൾ ജസ്റ്റ് കുറച്ച് ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ നാട്ടിലേക്ക് വന്ന സമയത്തുള്ള ഒരു വീഡിയോ ആണ് ഇത്. നമുക്ക് കുറച്ച് എമർജൻസി കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് നാട്ടിലേക്ക് വരേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മളൊരു ചെറിയ കുറച്ച് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് വന്ന കാരണം നമുക്ക് കുറേ അധികം സാധനങ്ങളൊന്നും അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റിയില്ല. വാവയ്ക്ക് ആവശ്യമായിട്ടുള്ളതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മളതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുഞ്ഞ് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. നമ്മളവിടെ ബാംഗ്ലൂരൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ബ്ലിങ്കിറ്റും ഇൻസ്റ്റാകാർട്ടും ഒക്കെ ഉള്ളത് കാരണം ഇൻസ്റ്റൻ്റ്ലി അപ്പം തന്നെ നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നു, അത് വീട്ടിൽ വരുന്നു. അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ അധികം ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി ഇങ്ങനെ കറങ്ങി മേടിക്കുന്ന ആ ഒരു ശീലം ഇങ്ങനെ വിട്ടുപോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ബ്ലിങ്കിറ്റ് വഴി ഓർഡർ ചെയ്യുക, അങ്ങനെയായിരുന്നു നമ്മളൊരു റുട്ടീൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നമ്മളിങ്ങനെ സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും ആയിട്ട് ശരിക്കും കുറേ സാധനങ്ങൾ വാരിയെടുക്കും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ബാക്ക് ടു സ്കൂളിൻ്റെ കുറേ ഓഫേഴ്സും നോട്ട്ബുക്സിനും കാര്യത്തിനൊക്കെ 20% ഓഫ്, അങ്ങനെ കുറേ ഓഫേഴ്സ്, ബാഗിന് 50% ഓഫ്, അങ്ങനെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് നൊസ്റ്റാൾജി അടിച്ചു. ഞാനും അനിയനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളങ്ങനെ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നതും, അതായത് പല പല പാർട്സായിട്ടായിരുന്നു നമ്മൾ ശരിക്കും ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ നമ്മൾ സ്കൂളിൽ പോയിട്ട് റിസൾട്ട്സൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ഒരു വട്ടം പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബുക്സ് മേടിക്കാൻ വേണ്ടി പോകും. ബുക്സ് മേടിച്ചിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും ബ്രൗൺ പേപ്പേഴ്സ്, നെയിം സ്ലിപ്പ്, ബോക്സ്, പെൻസിൽ, ഇറേസർ, അങ്ങനെ എല്ലാ പുതിയ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് മേടിക്കും. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിഫോം. ഈ യൂണിഫോം സ്റ്റിച്ച് ചെയ്യാനായിരിക്കും ചിലപ്പോൾ നമ്മൾ ആദ്യം മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ബുക്സൊക്കെ മേടിക്കാൻ പോകുന്നത്. കാരണം യൂണിഫോമിന് മെറ്റീരിയൽസ് നമ്മൾ നേരത്തെ എടുത്ത് തയ്ക്കാനൊക്കെ കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇത് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര താമസം വരും. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതെടുത്ത് കൊടുക്കും. അത് എടുക്കാൻ പോകുമ്പോഴാണെങ്കിൽ നമ്മൾ സ്കൂൾ തുറക്കുന്ന ദിവസങ്ങളിൽ ഇടാനുള്ള പുതിയ ഡ്രസ്സ്, പിന്നെ അതുപോലെ ആ ഒരു വർഷത്തേക്ക് വേണ്ടതായിട്ടുള്ള നമുക്ക് കുറേ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കും. പിന്നെ നമ്മൾ യൂണിഫോം ആണെങ്കിൽ 2 പെയർ എടുക്കും. ഞങ്ങളുടെ സ്കൂൾ യൂണിഫോം ആഷ് സ്കേർട്ടും ക്രീം ഷർട്ടും ആയിരുന്നു. അപ്പോൾ അത് 2 പെയർ എടുക്കും. പിന്നെ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് എടുക്കും, അങ്ങനെയൊക്കെ എടുക്കും. പിന്നെ മഴക്കാലത്ത് ഇടാനുള്ള ചെരുപ്പ്, അല്ലാത്ത ഷൂസ്, സോക്സ്, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മേടിക്കും. പിന്നെ ലഞ്ച് ബോക്സ്, മറ്റത് മറിച്ചത്, അങ്ങനെ ഒരു 100 സാധനങ്ങൾ മേടിക്കാനായിട്ട് കാണും. അപ്പം നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് കുറച്ച് പുതിയ ഫ്ലേവർ ന്യൂഡിൽസ് കണ്ടപ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് കരുതി ഈ വാവയുടെ പാമ്പേഴ്സും വൈപ്സും അങ്ങനെ കുറേ സാധനങ്ങൾ, പിന്നെ നമ്മൾ കയറുമ്പോൾ ബിസ്ക്കറ്റ്, പോപ്കോൺ, അതായത് അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എടുക്കുമല്ലോ. പിന്നെ അവിടെ ടോയ്സ് ഒന്നും കൊണ്ടുവന്നില്ലായിരുന്നു. അപ്പോൾ 2 ടോയ്സ്, അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ മാക്സിലേക്കാണ് പോയത്. ഞാൻ വീട്ടിലിടുന്ന ഒട്ടുമിക്ക നൈറ്റ് ഡ്രസ്സുകളൊക്കെ മാക്സിൽ നിന്നാണ് കേട്ടോ മേടിക്കുക. എനിക്ക് അവിടുത്തെ പാൻസ് ഭയങ്കര ഇഷ്ടമാണ്. പാൻസും ടീഷർട്സുമായിട്ട് കോമ്പിനേഷനിലുള്ളത് എടുക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ആദ്യം ഞാൻ പോയിട്ട് പാൻസ് നോക്കും. ലോങ് പാൻസ് അല്ലെങ്കിൽ 3/4 പാൻസ് അത് നോക്കിയിട്ട് പിന്നെ അതിന് മാച്ചായിട്ട് വരുന്ന ടീഷർട്ട്സ് ഞാൻ ഇവിടെ നിന്നാണ് പൊതുവെ എടുക്കാറുള്ളത്. ഇവരുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. എത്ര വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നരയ്ക്കുക, കളർ പോവുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും മാക്സിലെ ക്ലോത്ത്സിനില്ല. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ മാക്സിൽ പല ഔട്ട്ലെറ്റ്സിലും ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഇവർക്ക് ഫുൾ പാൻസ് വരണില്ലായിരുന്നു. എനിക്ക് ആ നൈറ്റ് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ഫുൾ പാൻസ് വരുന്ന ഒരു അതും ടീസും അങ്ങനെയായിട്ട് ഇടാനാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്തിട്ട് ഇടയ്ക്കൊക്കെ വന്ന് നോക്കുമ്പോഴും ഇവിടെ ഫുൾ പാൻസ് കിട്ടാനില്ലായിരുന്നു. 3/4 പാൻസും ഷോർട്ട്സും അല്ലെങ്കിൽ പജാമ സെറ്റും അങ്ങനെ സംഭവങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ലക്കിലി ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പുതുതായിട്ട് കുറേ ഒരു റാക്ക് അടുക്കിയിട്ട് അതിൽ ഫുള്ളായിട്ട് ഫുൾ പാൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഫുൾ പാൻസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായി. ഞാൻ കുറേ നാളായി ഇങ്ങനെ ഫുൾ പാൻസ് ഷോപ്പ് ചെയ്തിട്ട്. അപ്പോൾ അതെനിക്ക് കിട്ടി. കുറച്ച് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളും, പിന്നെ ബ്ലാക്ക് നമ്മളെപ്പോഴും എടുക്കുന്നതാണല്ലോ ബ്ലാക്ക്, അങ്ങനെ കിട്ടി. പിന്നെ ജീൻസിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. ഏത് ജീൻസ് എടുത്തിട്ടുണ്ടെങ്കിലും, അതായത് ബേസിക് ജീൻസ്, റെഗുലർ ഫിറ്റ് ജീൻസ്,
സ്കിന്നി ഫിറ്റ് ജീൻസും ബ്ലൂ, ഗ്രേ, ആഷ് അങ്ങനെ കുറേ ബ്ലാക്ക് അങ്ങനെ കുറച്ച് കളേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതെടുത്തിട്ടുണ്ടെങ്കിലും 499 ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഓൾമോസ്റ്റ് ഹാഫ് പ്രൈസ് എന്ന് പറയാം. അപ്പം അങ്ങനെ ഇവരുടെ DNMXൻ്റെ ബ്രാൻഡ് തന്നെയാണ്. അതിന് DNMX അല്ല, മാക്സിൻ്റെ അവിടുത്തെ ബ്രാൻഡാണ്. DNMX റിലയൻസിൻ്റെ ട്രെൻഡ്സിൻ്റെ ബ്രാൻഡാണല്ലോ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള ഫുൾ പാൻറ്റ്സ്. അപ്പോൾ ഫുൾ പാൻറ്റ്സ് എടുത്തു. പിന്നെ ടീഷർട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നോക്കി, പക്ഷേ എനിക്ക് ടീഷർട്ട്സ് ഒന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഞാൻ എടുത്ത പാൻസിന് മാച്ചിങ് ആയിട്ടുള്ള ടീഷർട്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഇട്ടുകൊണ്ട് വന്നേക്കുന്ന ഔട്ട്ഫിറ്റ്. ഇതെൻ്റെ ഒരു പഴയ ഞാൻ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇട്ടിരുന്ന ഒരു ട്രാക്സും പിന്നെ ഒരു ചെറിയൊരു ടോപ്പുമാണ്. അപ്പോൾ അതിട്ടിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ഈ ജീൻസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെൻ്റെ പുതിയ ഫോൺ കവറാണ്, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത്. പിന്നെ എൻ്റെ മുഖത്ത് നമ്മളിപ്പോൾ പെട്ടെന്ന് ട്രാവൽ ചെയ്ത് വന്ന ക്ലൈമറ്റ് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കുരുവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് ഇത്രയുള്ള. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.